മൂന്നാമത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായൊരു ഘട്ടം കെ ബി ഗണേഷ് കുമാറിൻ്റെ രാജിയാണ്. ഇന്നും എൻ്റെ മനസ്സിൽ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരവസരമാണ്. കെ ബി ഗണേഷ് കുമാറിൻ്റെ ജീവിതത്തിൽ ആദ്യമായി പ്രസംഗിപ്പിക്കുന്ന ഞാനാണ്. ഇരകൾ എന്ന സിനിമ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ്. അന്ന് ഒരു പ്രസംഗത്തിന് വേണ്ടി കെ ബി ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഗണേഷ് അകത്തോട്ട് ഓടുകയായത്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഗണേഷിനെ അങ്ങ് നിർബന്ധിച്ച് എന്തൊക്കെ പ്രസംഗിക്കണം ഡിസ്കസ് ചെയ്ത് പറയിപ്പിച്ച് ഒക്കെ പ്രസംഗിച്ച് കഴിഞ്ഞ് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല പ്രസംഗകനിൽ പ്രമുഖനാണ് കെ വി ഗണേഷ് കുമാർ. എൻ്റെ നാട്ടിൽ വന്ന്, നൂറിനാട് എൻ്റെ നാട്ടിൽ വന്ന്, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വന്ന്, മംഗളത്തിൻ്റെ മീറ്റിങ്ങിൽ വന്ന് ഒക്കെ എന്നെ ആദ്യം പ്രസംഗിപ്പിച്ചത് നിങ്ങളെ ഈ രാജ്യത്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്ത നിങ്ങൾക്കറിയാം. ഒരാൾ വന്ന് ഒരു വനിതാ സുഹൃത്തിൻ്റെ ഭർത്താവ് വന്ന് അടിച്ചു എന്നൊരു വാർത്ത. അത് കിട്ടിയപ്പോൾ കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്ന ഞാനാണ്. കൊണ്ടുവന്നത് വേറെ ലേഖകനാണ്. കൊടുക്കണോ വേണ്ടേ? അന്ന് കെ എസ് ബാലസുബ്രഹ്മണ്യാണ് DGP. ഞാൻ സ്വാമിയെ വിളിച്ചു ചോദിച്ചു, സ്വാമി ഇത് സത്യമാണോ അല്ലയോ? സത്യമാണെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ വെച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ആ വാർത്ത കൊടുക്കണോ? ഗണേഷിൻ്റെ ഓഫീസിൽ എന്ന് ഞാൻ ഓഫീസിൽ തന്നാലും എല്ലാവരെയും വിളിച്ച് രാജ്യത്ത് എന്നെക്കുറിച്ച് 10 മിനിറ്റ് എല്ലാവരോടും പ്രസംഗിക്കാതെ പുള്ളി ഇരിക്കത്തില്ല. അത്രയ്ക്ക് എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന, എനിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ ആൾ എതിര് വാർത്ത കൊടുക്കണോ? ഇനി കൊടുക്കാതിരുന്നാൽ മറ്റു പത്രങ്ങൾ എടുത്ത് കൊടുക്കും. ഇന്നലെ നാളെ വാർത്ത തമസ്കരിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെയാണ് ആ വാർത്ത കൊടുക്കേണ്ടി വരുന്നത്. ഗണേഷിൻ്റെ പേര് പറയാം. രാവിലെ എന്നെ PC ജോർജ് വിളിച്ചു. അജിത്ത് എന്നോട് മാത്രമായിട്ട് പറഞ്ഞതായ ആരാ മന്ത്രി? ഞാൻ അവസാനം നിർബന്ധിച്ചപ്പോൾ PC ജോർജിനോട് പറഞ്ഞു. PC ജോർജ് അല്പം കഴിഞ്ഞ് പത്രസമ്മേളനം നടത്തി. ആ മന്ത്രി കെ ബി ഗണേഷ് എന്ന് പറഞ്ഞ് അടിക്കുകയും ചെയ്തു. ഇതാണ് അന്ന് സംഭവിച്ചത്. അതാണ് മൂന്നാമത്തെ മന്ത്രി. നാലാമത്തെ മന്ത്രിയാണ് AK ശശീന്ദ്രൻ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരവും ഇപ്പോഴും സങ്കടപരമായ ഒരു അനുഭവമാണ് ഗണേഷ് കുമാറിന്. അത് അത്രയും സങ്കടം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത്രയ്ക്ക് അടുപ്പമുള്ള ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹം അത് സ്വാഭാവികമായിട്ട് രാജിവെക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. രാജിവെക്കേണ്ടി വരുന്നൊരു വാർത്ത കൊടുക്കുന്നതിന് ഞാൻ നിമിത്തമാകും. അത് ഏറ്റവും സങ്കടകരമല്ലേ? മറ്റാരെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല, വാർത്തയാണ്. അപ്പോൾ എൻ്റെ തൊഴിലിനോട് ഞാൻ ചെയ്യുന്ന അപരാധമായി പോകും. അപ്പോൾ ഞാൻ തൊഴിലിനോട് നീതി പുലർത്തണമെങ്കിൽ സുഹൃത്തിനോട് അനീതി പുലർത്തിയേ പറ്റൂ. അവിടെ മാധ്യമപ്രവർത്തകനും സൗഹൃദവും അതിൽ മാധ്യമപ്രവർത്തകൻ വിജയിച്ചു എന്നുള്ളത്. ഈ മാധ്യമപ്രവർത്തന നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു നമുക്ക് പോലും അറിയില്ല. ഒരു വിലയില്ലാത്ത കാലത്താണ് ഇപ്പോൾ 100% ഞാൻ പറയുന്നു. ആ 100% താങ്കൾ പറഞ്ഞത് യോജിക്കുകയാണ്. ഒരു വിലയില്ല. പണ്ടൊക്കെ ഈ കന്യാനാർ പോയാൽ വണ്ടി കയറ്റുന്ന കഥയും കരുണാകരൻ പോയാൽ വിളിച്ച് വണ്ടി കയറ്റുന്ന കഥയും പറയുന്ന ആ കാലഘട്ടം ഇപ്പോൾ ഒരു MLA പോലും തിരിഞ്ഞു നോക്കില്ല. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ്റെ അടുത്ത് പോയാൽ പോലും നമ്മുടെ ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ നടത്തി തരാത്ത അവസ്ഥയാണ് സത്യസന്ധമായ കാര്യം. അങ്ങനെയുള്ള ആൾ ഇവിടെ ഒരു സാറ്റലൈറ്റ് ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് അതിൻ്റെ നേതൃത്വത്തിൽ CEO ആയിട്ട് വരുമ്പോൾ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെയും വില ഇത് തന്നെയല്ലേ? അല്ല, മാധ്യമപ്രവർത്തകരുടെ വിലയിടിവ് എല്ലായിടത്തും തുല്യമാണ്. എല്ലാവർക്കും ബാധ്യത. എനിക്കും ബാധ്യത, താങ്കൾക്കും ബാധ്യത. ഇപ്പൊ പണ്ട് ഹൈദരാലി റിപ്പോർട്ടറിൽ ഇരുന്നപ്പോൾ വിളിച്ചാൽ ആ സ്വീകാര്യത ഇപ്പൊ വിളിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ കിട്ടും? ഒരിക്കലും. അപ്പൊ അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ വിലയിടിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും ബാധകം. പക്ഷേ ഇനി അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈ ആന പിഴിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് അന്തസ്സുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇനിയും അന്തസ്സോടെ പ്രവർത്തനം നടത്താൻ ചെറുപ്പക്കാരിപ്പോഴും റെഡിയാണ്. പക്ഷേ അവർ ഭയം മാറ്റി അവരെ ധൈര്യം കൊടുക്കാൻ ഇവിടുത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകർ തയ്യാറാകണം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.